ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഒരു സോളാർ PCU ആണ്. നമ്മൾ നേരത്തെ കണ്ട സോളാർ ഇൻവെർട്ടറുകളെയൊക്കെ അപേക്ഷിച്ച് ഈ ഒരു ഇൻവെർട്ടറിൽ നമ്മൾക്ക് ലിഥിയം ബാറ്ററിയും അതുപോലെ തന്നെ MPPTയും ഇൻവെർട്ടറും എല്ലാം ചേർന്ന ഒരൊറ്റ യൂണിറ്റായിട്ട് നമുക്ക് വളരെ ചുരുങ്ങിയ സ്ഥലത്ത് തന്നെ സ്ഥാപിക്കാൻ പറ്റിയ ഒരു PCUവിൻ്റെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ PCUവിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിനകത്ത് ഒരു 1000 വാട്ട്സ് വരെയൊക്കെ സോളാർ പാനൽ ഇതിനകത്ത് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരത്തിൽ വളരെ സിമ്പിളായിട്ട് നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് തന്നെ കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് രൂപകൽപ്പന ചെയ്തേക്കുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു PCUവിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ഞാൻ കെഷിൽ ജോയി, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇങ്ങനത്തെ ഒരു ബോക്സിലാണ് നമ്മുടെ ഈ ഒരു സോളാർ PCU വന്നത്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഫ്രണ്ട് ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ഇതിൻ്റെ ലെനോ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് 2 QR കോഡുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒന്ന് ഫസ്റ്റ് സ്റ്റെപ്പ് എഴുതിയിട്ടുണ്ട്, രണ്ടാമത്തത് സെക്കൻഡ് സ്റ്റെപ്പ് എഴുതിയിട്ടുണ്ട്. ഇത് നമ്മളുടെ ഫോണായിട്ട് കണക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ ഇതിൻ്റെ താഴത്തേക്ക് പോവുകയാണെങ്കിൽ നമുക്കൊരു ഡിസ്പ്ലേയും സ്വിച്ചും LED ഇൻഡിക്കേറ്റർ ലൈറ്റുകളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അതൊക്കെ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. PCUവിൻ്റെ സൈഡിലുള്ള വ്യൂ ആണ് നമുക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. ഇതൊരു എയർ വെന്റിലേഷൻ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ താഴത്തേക്ക് പോവുകയാണെങ്കിൽ പാനൽ പോസിറ്റീവ്, പാനൽ നെഗറ്റീവ് എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് സോളാർ പാനലിൻ്റെ പോസിറ്റീവും നെഗറ്റീവും കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഹെവി കണക്ടറാണിത്. നമുക്കൊരു 1000 വാട്ട്സ് വരെ സോളാർ പാനൽ ഇതിനകത്ത് നല്ല സുന്ദരമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതിൻ്റെ അടിയിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു DC സോക്കറ്റ് കാണാനായിട്ട് സാധിക്കും. ഇത് നമ്മുടെ എന്തെങ്കിലും സെറ്റിങ്സ് ഒക്കെ കയറിയിട്ട് എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുത്തണമെന്നുണ്ടെങ്കിലുള്ള ഒരു സെറ്റിങ്സ് പ്രൂവ് കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു സോക്കറ്റാണത്. അതുപോലെ തന്നെ ഇതിൻ്റെ താഴേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു ബ്രേക്കർ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. 125 ആംപിയറിന് നമ്മൾക്ക് ബാറ്ററി കണക്റ്റ് ആവുന്നതാണ്. അത് ബാറ്ററി ഇൻവെർട്ടറായിട്ട് കണക്റ്റ് ആക്കാനുള്ള ഓൺ ഓഫ് ചെയ്യാനായിട്ടുള്ള ഒരു ബ്രേക്കറാണത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഔട്ട്പുട്ട് എടുക്കാനായിട്ടുള്ള ഒരു സോക്കറ്റ് നമുക്കുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ താഴത്തേക്ക് പോവുകയാണെങ്കിൽ നമുക്കിവിടെ മെയിൻസ് കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു 3 പിൻ ടോപ്പ് ഇതിൻ്റെ കൂടെ ഉണ്ട്. നമുക്കപ്പോൾ ഇതായിട്ട് നമുക്ക് കുത്തി എടുക്കാം വാൾ സോക്കറ്റിൽ. ഇതിൽ നിന്നും നമുക്ക് ഔട്ട്പുട്ടും എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ താഴത്തേക്ക് പോവുകയാണെങ്കിൽ ഇതിൻ്റെ ടെക്നിക്കൽ സൈഡിലുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു സ്റ്റിക്കറിലെല്ലാം എഴുതിയിട്ടുണ്ട്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. ഇനി നമുക്ക് പ്രൊഡക്റ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ടെക്നിക്കൽ ഡീറ്റെയിൽസും അതുപോലെ തന്നെ അതിൻ്റെ മോഡൽ നമ്പറും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ എഴുതിയേക്കുന്നത്. പ്രൊഡക്റ്റ് നെയിം ലെനോ 1525HS, അതായത് ഒരു ഹൈബ്രിഡ് ഇൻവെർട്ടറാണ്. അതിനകത്ത് ലിഥിയം ബാറ്ററി ഉണ്ട്, MPPT ഉണ്ട്, ഇൻവെർട്ടർ ഉണ്ട്. എല്ലാം കൂടി ചേർന്ന ഒരു മോഡലിൻ്റെ പേരാണ് ലെനോ 1525HS ഹൈബ്രിഡ്. മാക്സിമം പവർ വന്നത് 1200 VA ആണ് മാക്സിമം. അതിൻ്റെ VA വന്നത് കണ്ടിന്യൂസ് പവർ വന്നത് 600 VA ആണ്. 600 VA ആണ് കണ്ടിന്യൂസ് ആയിട്ട് നമുക്കിനകത്ത് ലോഡ് കൊടുക്കാനായിട്ട് പറഞ്ഞത്. ഇൻപുട്ട് വോൾട്ടേജ് വന്നത് 230 വോൾട്ട് AC ആണ്. 230 വോൾട്ട് AC ആണ് നമുക്ക് ഇൻപുട്ട്, അതായത് KCB കൊടുക്കണം. അതിൻ്റെ വോൾട്ടേജ് റേഞ്ച് ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് വന്നത് 220 വോൾട്ട് AC ആണ്. ബാറ്ററി വന്നത് ലിഥിയം ആണ്. ബാറ്ററി സെൽ ടൈപ്പ് വന്നത് പ്രിസ്മാറ്റിക് സെല്ലാണ് വന്നത്. ബാറ്ററി വോൾട്ടേജ് 12.8 വോൾട്ടാണ് വന്നത്, DC വോൾട്ട്. ബാറ്ററി കപ്പാസിറ്റി 1280 വാട്ട് അവറാണ് ബാറ്ററി വന്നത് ഇതിൻ്റെ അകത്ത്. അതുപോലെ തന്നെ PV ഇൻപുട്ട്, നമ്മുടെ സോളാർ പാനലിൻ്റെ പവർ മാക്സിമം കൊടുക്കാൻ പറയുന്നത് 1000 വാട്ട്സ് ആണ് കൊടുക്കാൻ പറഞ്ഞത്. അതായത് ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമ്മളുടെ പാനലൊക്കെ 2 പാനൽ പാരൽ ചെയ്താണ് കണക്ട് ചെയ്യേണ്ടത്. സീരിയൽ ചെയ്ത് ഒരിക്കലും കണക്ട് ചെയ്യരുത്, പാരൽ ചെയ്ത് കണക്ട് ചെയ്യണം 1000 വാട്ട്സ് സോളാർ പാനൽ കൊടുക്കുന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ PV ഇൻപുട്ട് വോൾട്ടേജ് മാക്സിമം വന്നത് 55 വോൾട്ടാണ്. നമ്മൾ സീരിയൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 110 വോൾട്ടിലേക്കൊക്കെ പോകും. അതുകൊണ്ടാണ് പാരൽ ചെയ്ത് കൊടുക്കണമെന്ന് പറയണത്. PV ഇൻപുട്ട് വോൾട്ടേജ് മാക്സിമം 55 വോൾട്ടാണ്, അതിൽ കൂടുതൽ കൊടുക്കരുത്. MPPT ട്രാക്കിംഗ് റേഞ്ച് 15 വോൾട്ട് തുടങ്ങി 55 വോൾട്ട് വരെയും കൊടുക്കുക. അതായത് 12 വോൾട്ട് കാറ്റഗറിയിലുള്ള സോളാർ പാനലും കൊടുക്കുക, 24 വോൾട്ട് കാറ്റഗറിയിലുള്ള സോളാർ പാനലും നമുക്ക് ഇതിനകത്ത് കണക്ട് ചെയ്യാൻ പറ്റും. MPPT ചാർജിങ് കറണ്ട് മാക്സിമം 50 ആംപിയർ, അതായത് 50 ആംപിയർ MPPT ആണ് ഇതിൻ്റെ ഉള്ളിൽ ബിൽറ്റ് ഇൻ ആയിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് നോക്കിയാലാണ് കാണാൻ സാധിക്കുന്നത്. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിലും അതുപോലെ തന്നെ അതിൻ്റെ അപ്പർ സൈഡിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്ന നോക്കാം. ഇനി നമുക്കിതിൻ്റെ മേൽഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഇതിൻ്റെ ഇവിടെ ഒരു നമുക്ക് തൂക്കിയിട്ട് വല്ല കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ഹാൻഡിൽ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ വാറൻറ്റി സ്റ്റിക്കറാണ്. ഇവിടെ ആയിട്ട് ഇതിൻ്റെ മോഡൽ നമ്പർ ലെനോ HS1525HS. അതുപോലെ തന്നെ ബാറ്ററി, അതിൻ്റെ ആംബിയർ, VOC, അതിൻ്റെ ബാർകോഡും കാര്യങ്ങളൊക്കെയാണ്
നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ വാറണ്ടി കാർഡാണ്, അതിലും ഇതിൻ്റെ സീരിയൽ നമ്പറും ബാർകോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമുക്ക് എടുത്തു വെക്കാം. ബാക്ക് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് വാൾ മൗണ്ട് ചെയ്യാനായിട്ടുള്ള 2 സ്ക്രൂ പിടിപ്പിക്കാനായിട്ടുള്ളത്. അപ്പോൾ അതിനുവേണ്ടിയുള്ള 2 ഹോള് നമുക്ക് ബാക്ക് സൈഡിൽ കാണാനായിട്ട് സാധിക്കും. വേറെ ഒന്നും ഇതിൻ്റെ ബാക്ക് സൈഡിലില്ല. പിന്നെ ഇതിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫ്രണ്ടിലുള്ള QR കോഡ് അതേ തന്നെയാണ് ഇതിൻ്റെ ഈ സൈഡിലും ഒട്ടിച്ച് വെച്ചേക്കണത്. സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 നമ്മൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ളതാണ്. അതുപോലെ തന്നെ ഇതൊരു കൂളിംഗ് ഫാനാണ്. ഇതിന് 2 കൂളിംഗ് ഫാനുണ്ട്. ഒന്ന് മുകളിൽ നമ്മളുടെ ഇൻവെർട്ടറിൻ്റെ ബോർഡും തണുപ്പിക്കാനായിട്ടുള്ളത്, അതുപോലെ തന്നെ താഴെയായിട്ട് MPPTയും ബാറ്ററിയും അതിൻ്റെ ഉള്ളിലുള്ള കമ്പോണൻസ് തണുപ്പിക്കാനായിട്ടുള്ളതാണ്. ഇത്തരം സംഭവങ്ങളാണ് നമുക്ക് ഇതിൻ്റെ ഒറ്റ നോട്ടത്തിൽ ഈ ഒരു PCUവിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്കിത് കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. നമ്മൾ ഈ ഒരു സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്യാൻ പോണത് വാരി എന്ന് പറഞ്ഞ കമ്പനിയുടെ 590 വാട്ട്സിൻ്റെ ഹാഫ് കട്ട് മോണോപ്പർക്ക് ബൈഫേഷ്യൽ പാനലാണ്. ഞാനിപ്പോൾ ഇതിനന്ന് ഒരു പാനലാണ് നമ്മൾ കണക്ട് ചെയ്യാനായിട്ട് പോണത്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 590 വാട്ട്സാണ്. നമുക്ക് ഈ ഒരു ടൈമിൽ എത്ര ഔട്ട്പുട്ടിനന്ന് കിട്ടുമെന്നൊക്കെ നോക്കാം. ഇനി നമുക്കേ സോളാർ പാനലിൻ്റെ ലൈൻ കൊടുത്തിട്ട് നമുക്ക് ഡിസ്പ്ലേയിൽ വരുന്ന ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾ അഴിക്കൊന്നും ചെയ്യേണ്ട, ഇത് അഴിക്കൊന്നും ചെയ്യരുത്, ഇത് ലൂസാക്കാൻ ചെയ്യരുത്. ഇത് വല്ലതാണെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നല്ലൊരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണമല്ലാണ്. ഇതിൻ്റെ മേളിലത്തെയാണ് അഴിക്കേണ്ടത്. മേളിലത്തെ ഇത് പോസിറ്റീവ്, അതുപോലെ നെഗറ്റീവ് ആയിട്ട് തന്നെ അഴിക്കാം. ഇനി നമുക്ക് സോളാർ പാനലിൻ്റെ പോസിറ്റീവ് വയറും അതുപോലെ തന്നെ നെഗറ്റീവ് വയറും കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ വയറൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇതുപോലെ നമ്മൾ ഇത് ബൂട്ടിലൊക്കെ അടിച്ചിട്ട് അതുപോലെ MC4 ഒക്കെ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എല്ലായിടത്തേക്കും കൊറിയറായിട്ട് അയച്ചു തരും. 6.2 വയറാണ് ഞാൻ ഇതിനകത്തേക്ക് കണക്ട് ചെയ്യാൻ പോണത്. അപ്പോൾ ഇതിനകത്തേക്ക് ഇതേ പോസിറ്റീവിൻ്റെ ഇതെടുത്തിട്ട് പോസിറ്റീവിലേക്ക് അവിടെ കൊടുക്കാം. നന്നായിട്ട് തന്നെ ടൈറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലൂസൊന്നും ഉണ്ടാകാൻ പാടില്ല. നന്നായിട്ട് തന്നെ ടൈറ്റ് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ ഇവിടെ നല്ലൊരു ആംബിയർ വന്നതാണ്. അപ്പോൾ ലൂസ് ഉണ്ടെങ്കിൽ ഇതും തമ്മിൽ ഹീറ്റൊക്കെ വരാനായിട്ട് സാധ്യതകളുണ്ട്. നന്നായിട്ട് തന്നെ ടൈറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് വലിച്ചു നോക്കാം. നല്ല സ്ട്രോങ് ആയിട്ട് ഇരിപ്പുണ്ടാകും. അത് കഴിഞ്ഞിട്ട് നമുക്ക് നെഗറ്റീവിൻ്റെ വയറും കൊടുക്കുക. നല്ല രീതിയിൽ തന്നെ അത് ടൈറ്റായി കൊടുക്കുക. വലിച്ചു നോക്കാം. ഓക്കെ, ഞങ്ങൾക്ക് ഡിസ്പ്ലേയിൽ വന്ന ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കാം. സോളാർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നോക്കിയാൽ സോളാർ മോഡ് എന്ന് പറഞ്ഞാൽ LED ലൈറ്റ് ഇവിടെ ബ്ലിങ്ക് ചെയ്തതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതൊരു ഡിസ്പ്ലേയിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഹീറ്റ് 48 ഡിഗ്രി ഹീറ്റ് ഉണ്ട്. PCU മോഡലാണ്, അതായത് സോളാർ മോഡലാണ് നടക്കുന്നത്. മെയിൻസ് ഇപ്പം ഞാൻ കണക്ട് ചെയ്തിട്ടില്ല. മെയിൻസ് വോൾട്ടേജ് 0 ആണ്. മെയിൻസ് ചാർജർ ഓഫ് എന്നിവിടെ ഡിസ്പ്ലേയിൽ എത്തി കാണിക്കുന്നുണ്ട്. ബാറ്ററി വോൾട്ടേജ് 13.27 വോൾട്ട് ആണ് ഇപ്പോൾ വീട്ടിലുള്ളത്. സോളാർ 30.8 അടുത്തുള്ള സോളാറിൽ നിന്ന് വോൾട്ടേജ് നമുക്ക് കിട്ടുന്നുണ്ട്. സോളാർ ചാർജിങ് ഓണാണ്. ചാർജിങ് മോഡ് ബൾക്കിലാണ് ഇപ്പോൾ ചാർജിങ് നടക്കുന്നത്. കണ്ടോ, സോളാർ ആംസ് 22.13 ആംപിയറിൽ ഇപ്പോൾ നമ്മുടെ ബാറ്ററിയിലേക്ക് ചാർജ് ചെയ്യുന്നുണ്ട്. 300 വാട്ട്സ് അടുത്തോളം 294 വാട്ട്സ് അടുത്തോളം നമുക്കിപ്പോൾ സോളാർ പാനലിൽ നിന്ന് വാട്ട്സ് കിട്ടുന്നുണ്ട്. 22.3 ആംപിയർ. ഡെയിലി എത്ര യൂണിറ്റ് കിട്ടിയെന്ന് നമുക്ക് ഇവിടെ കാണിക്കും. അല്ലെ ടോട്ടലി ഒരാഴ്ച 2 ആഴ്ച അല്ലെങ്കിൽ 1 മാസം കഴിയുമ്പോൾ എത്ര യൂണിറ്റ് കിട്ടിയെന്ന് കാണിക്കും. ഇൻവെർട്ടർ ഞാൻ ഓഫ് പൊസിഷനിലായിട്ടേക്കണത്. അപ്പോൾ ഇത്ര സംഭവങ്ങളാണ് നമുക്ക് സോളാർ പാനൽ കണക്ട് ചെയ്യുമ്പോൾ ഇതാവണത്. ബാറ്ററി ഒരു 80% എത്തിക്കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ലൈവ് യൂസിലേക്ക് വരും. ഈ സോളാർ യൂസ് എന്ന് പറഞ്ഞ ലൈറ്റ് ഇവിടെ കത്തുകയും ചെയ്യും. ഇവിടെ സിസ്റ്റം ഓണെന്ന ലൈറ്റ് ഇവിടെ കത്തും. അപ്പോൾ ഞാൻ മെയിൻസ് കണക്ട് ചെയ്തേക്കണ ഒരു 16 ആംപിയർ സോക്കറ്റിലേക്ക് ഞാനത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാനിവിടെ മെയിൻസ് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻവെർട്ടറിൻ്റെ സ്വിച്ച് ഓൺ ആക്കി ഇടണം. എന്നാലേ നമുക്ക് സോളാറിൻ്റെ ആ ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് എത്തിക്കഴിയുമ്പോൾ നമ്മുടെ വീട്ടിലെ ഉപകരണങ്ങൾ സോളാർ ലൈവിലേക്ക് മാറുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലേക്കുള്ള ലോഡ് ഞാൻ ഇവിടെ ഇതിൻ്റെ അന്ന് ഔട്ട്പുട്ടിൽ നിന്നും എടുത്തിട്ടുണ്ട്. നമ്മൾ കുറേ നേരമായി ബാറ്ററിയിൽ ചാർജ് കയറി കഴിഞ്ഞപ്പോൾ ആ ബാറ്ററി 80% എത്തിക്കഴിഞ്ഞപ്പോൾ വേണ്ട ഇവിടെ സിസ്റ്റം ഓൺ നമ്മുടെ ലൈറ്റ് ഇവിടെ കത്തിയാറുണ്ട്. അതുപോലെ തന്നെ സോളാർ യൂസ് നമ്മുടെ LED ലൈറ്റ് കത്തിയാറുണ്ട്.
സോളാർ മോഡിലാണ് ഇപ്പോഴും നമ്മുടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഉപകരണങ്ങൾ സോളാർ ലൈവിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ സോളാർ പാനലിൽ നിന്ന് ലൈവായിട്ടാണ് വീട്ടിലെ ഉപകരണങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് ഇവിടെ ഒരു സിസ്റ്റം ഓണെന്നുള്ള ലൈറ്റ് കത്തുകയും ചെയ്യും, സോളാർ യൂസ് എന്നുള്ള ലൈറ്റും കത്തും. അതുപോലെ തന്നെ ഇവിടെ നോക്കിയാൽ നമ്മുടെ വീട്ടിൽ KEC ലൈൻ ഉണ്ട്, എന്നിട്ടും ഓട്ടോമാറ്റിക്കായിട്ട് ഇൻവെർട്ടർ ഓൺ ആയിട്ടുണ്ട്. ഫ്രണ്ട്സ്, അല്ലെന്ന് പറഞ്ഞാൽ ഈ ഒരു PCUവിൽ നമ്മുടെ വീട്ടിൽ എന്തൊക്കെ ഉപകരണങ്ങളൊക്കെ വർക്ക് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സുജാതയുടെ മിക്സിയൊക്കെ വർക്ക് ചെയ്യിക്കുക. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലെ ലൈറ്റ്, ഫാനുകൾ, TV അങ്ങനെ സാധനങ്ങളെല്ലാം കണക്ട് ചെയ്യുക. നമുക്കൊരു 1000 വാട്ട്സ് താഴേക്കുള്ള ഉപകരണങ്ങളൊക്കെ എല്ലാം നമുക്ക് ഇതിനകത്ത് കാര്യമായിട്ട് കൊടുക്കാൻ പറ്റും. നമുക്ക് നമ്മുടെ ഈ ഒരു PCU നമ്മളുടെ ആപ്പിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് തന്നെ ഒരു ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമുക്ക് ഫസ്റ്റ് തന്നെ ഇതൊന്ന് സ്കാൻ ചെയ്താൽ മതി. സ്കാൻ ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് സ്കാൻ ചെയ്യുമ്പോൾ തന്നെ അവിടെ കാണിക്കും. അതിൽ നമുക്കിവിടെ ഒരു സെർച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നേരെ നമ്മളുടെ പ്ലേ സ്റ്റോറിലേക്കാണ് പോണത്. അപ്പോൾ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ആനയുടെ പടമുള്ള ഇതൊന്ന് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ രീതിയിലുള്ളൊരു സ്പേസ് ആയിരിക്കും അപ്പോൾ വന്നത്. നിങ്ങളപ്പോൾ ജസ്റ്റ് ഒന്ന് സൈൻ ഇൻ ചെയ്യുക. അതിനുശേഷം ബ്ലൂടൂത്ത് ഓൺ ആക്കിയിട്ട് ഇത് കണക്ട് ചെയ്യുക. ഈ ആപ്പ് കണക്റ്റ് ആയി കഴിയുമ്പോൾ ഇതേപോലത്തെ ഒരു ഇൻ്റർഫേസിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഞാൻ ഓൾറെഡി കണക്റ്റ് ആയ കാരണമാണ് ഇത് നേരെ ഓപ്പൺ ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സ്കാൻ ചെയ്ത് സെക്കൻഡ് സ്റ്റെപ്പ് സ്കാൻ ചെയ്ത് കണക്റ്റ് ആക്കാവുന്നതാണ്. ഇവിടെ കാണിച്ചേക്കുന്നത് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്കൊരു ടോട്ടൽ വോൾട്ടേജ് എഴുതിയാറുണ്ട്. അതായത് ബാറ്ററിയുടെ മൊത്തത്തിൽ 13.52 വോൾട്ട് ബാറ്ററിയിലുണ്ട്. അതാണ് ടോട്ടൽ വോൾട്ടേജ് അവിടെ കാണിച്ചേക്കണത്. അത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ കറണ്ട് ഇപ്പോഴത്തെ കറണ്ട് കാണിച്ചിട്ടുണ്ട്. 11.47 ആംപിയർ കറണ്ടിലാണ് ഇപ്പോൾ അത് ചാർജ് ചെയ്യുന്നത്. 159 വാട്ട്സ് അത് എടുക്കുന്നുണ്ട്. ഇത് ഓരോ ബാറ്ററിയിലെ വോൾട്ടേജിലാണ്. ഇപ്പോൾ ടോട്ടൽ വോൾട്ടേജ് ഹൈ, ആ ഒരു ബാറ്ററിയുടെ ഹൈ വോൾട്ടേജ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ബാറ്ററിയുടെ ലോ വോൾട്ടേജ് കാണിക്കുന്നത്. ഇത് ആവറേജ് വോൾട്ടേജ് ആണ് ഈ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇത് എത്ര സൈക്കിളാണെന്നുള്ളത് ഇതിവിടെ കാണിക്കും. ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് നോക്കാവുന്നുള്ളൂ. ഇതിൻ്റെ ടെമ്പറേച്ചർ, അതുപോലെ തന്നെ ഈ കാണുന്നത് ഓരോ സെല്ലിലെയും വോൾട്ടേജിലാണ് ഇവിടെ കാണിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇവിടെ ഞെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് നമ്മുടെ ഇതിൻ്റെ ഫ്രണ്ടിലുള്ള സ്വിച്ച് ഉണ്ടല്ലോ, ചാർജിങ് ഓൺ ഓഫ്, അതും ഇതിനകത്ത് നമുക്ക് ഓൺ ഓഫ് ചെയ്യാൻ പറ്റും. ഇത് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാർജർ ഓഫായി. അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേയിൽ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ചാർജിങ് റീസെറ്റ് ടൈം ഇവിടെ കാണിക്കുന്നുണ്ട്. ഞാനൊന്നും കൂടി ഫോണിൽ ഓൺ ഓഫ് ചെയ്യണം. ഇതാണ്ടാ, ഇപ്പോൾ ചാർജർ ഞാനിവിടെ ഓൺ ആക്കിയാറുണ്ട്. അത് കുറച്ച് നേരം കഴിയുമ്പോൾ ഇപ്പോൾ ചാർജർ ഓൺ എന്ന് പറഞ്ഞ എഴുതി കാണിച്ചു. ഞാൻ ഫോണിൽ തന്നെ ഇതിൽ നമുക്കിവിടെ ഓഫ് ചെയ്യാൻ സാധിക്കും. ഞാനത് ഓഫ് കൊടുക്കുകയാണ്. ഓഫ് കൊടുത്ത് ഇപ്പോൾ ചാർജർ ഇവിടെ ഓഫായി, മീൻസ് ചാർജർ ഓഫായി. അങ്ങനെ നമുക്ക് ഇതിനകത്ത് ഫോണിൽ കൂടി തന്നെ ഓൺ ഓഫ് ചെയ്യാൻ പറ്റും. ഫ്രണ്ടിൽ സ്വിച്ച് ഇല്ലാണ്ട് തന്നെ നമുക്ക് ഓൺ ഓഫ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരുപാട് സെറ്റിങ്സ് ഉണ്ട്. ഈ ഡിസ്ചാർജ് ഒന്നും നമ്മളൊന്നും ചെയ്യരുത്. ഡിസ്ചാർജിങ് ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാറ്ററി ഇതിൻ്റെ ഡിസ്കണക്റ്റ് ആയിപ്പോവും. അത്ര സംഭവങ്ങളൊക്കെയാണ് ആപ്പിൽ നമുക്ക് ഉള്ളത്. അപ്പോഴേ നമുക്കിത് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു PCUവിൻ്റെ ഇപ്പോഴത്തെ വിലയും മറ്റ് ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഞങ്ങളിത് എല്ലാ സ്ഥലത്തേക്കും നിങ്ങൾക്ക് കൊറിയറായിട്ടും അതുപോലെ തന്നെ അടുത്തുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഡെലിവറി ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജായിട്ട് അയക്കാവുന്നതാണ്, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുമെന്ന പ്രതീക്ഷയോടെ ഞാൻ കെഷിൽ ജോയ്. ബൈ ബൈ.